വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. സാധാരണ കോഴിമുട്ടയാണ്. അപ്പോൾ ഈ കോഴിമുട്ടയെ ബ്രെഡും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ 3 മുട്ടയും കൂടെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാവേ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ മുട്ട വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളുടെ ആവശ്യത്തിന് മാത്രമുള്ള ഇത് എടുത്തിട്ടുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ 3 മുട്ടയും പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വേറെ സാധനങ്ങളൊക്കെ കൂടെ ചേർത്തിട്ട് വേണം നമ്മുടെ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ 3 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മളൊരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം, കൊത്തി അരിയുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് നമ്മൾ പച്ചമുളകാണ് എടുക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില തീരെ താല്പര്യം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതിന് പകരം കറിവേപ്പില വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പക്ഷെ മല്ലിയില ഇട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്, മല്ലിയിലയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കാവേ. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇളക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ ഓംലെറ്റിനൊക്കെ ആണെങ്കിലും ഇത്രയധികം മല്ലിയിലയൊന്നും ചേർക്കാറില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ബ്രെഡും ഈ മല്ലിയിലയുടെയും എല്ലാം കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹോൾ വീറ്റ് ആട്ടയുടെ ബ്രെഡാണ്. നമ്മൾ ബ്രൗൺ ബ്രെഡ് ഇല്ലേ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, വെള്ള വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ല ബ്രൗൺ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് മുക്കി എടുക്കാവേ നമുക്ക് ആദ്യം തന്നെ. അപ്പം നമ്മളെ ഈ ഏത് നമ്മൾ ബ്രെഡ് എടുത്താലും ഉണ്ടല്ലോ ടേസ്റ്റൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ബ്രൗൺ ബ്രെഡ് ആണെങ്കിലുണ്ടല്ലോ കുറേ കൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് എണ്ണയോ നെയ്യോ ഒക്കെ വേണമെങ്കിലൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ പീസ് ബ്രെഡും ഇതേപോലെ മുക്കിയതിന് ശേഷം നമ്മൾ ഈ കോട്ടിംഗ് ഇല്ലേ, നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ആ മുട്ടയുടെയും പുതിനയല്ലല്ലോ നമ്മൾ മല്ലിയില ഇട്ടിരിക്കുന്നത്, മല്ലിയിലയുടെയും എല്ലാം കൂടെ ഒരു കോട്ടിങ്ങും കൂടെ ഈ ഓരോ പീസിൻ്റെ സൈഡുകളിലായിട്ട് നമുക്ക് തേച്ച് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഇത് ഓരോരോ പീസുകൾ വെക്കാം. അപ്പോൾ നമുക്കിവിടെ 3 പീസ് ബ്രെഡ് മാത്രമേ വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു പ്രാവശ്യം. അപ്പോൾ നമ്മൾ 3 പീസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇലകളും എല്ലാം കൂടെ ആയിട്ടുള്ള മുട്ടയുടെ ഒരു ഫില്ലിംഗ് അല്ല കോട്ടിങ്ങും കൂടെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് നോക്കാം. അപ്പം നമുക്കിനി ഈ ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് നോക്കാവേ. നന്നായിട്ട് ആ സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഈ സൈഡും കൂടെ മുരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഓരോന്നായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. വറുത്തെല്ലാം നല്ല മൊരിച്ചെടുക്കണം. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മുട്ട ഇങ്ങനെ ഈ ബ്രെഡും കൂടെ ഉണ്ടല്ലോ വറുത്ത് വരുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ ആ ഒരു പച്ചമുളകിൻ്റെയും ഉള്ളിയുടെയും പിന്നെ ആ ഒരു ഇത് നമ്മുടെ ഇലയില്ലേ മല്ലിയിലയുടെയും എല്ലാം കൂടെ വരുമ്പോഴത്തേനുണ്ടോ കിടുക്കാച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സൈഡ് കൂടെ ഒന്ന് റെഡി ആവട്ടെ. അപ്പം നമുക്കിനി ഈ ബ്രെഡൊക്കെ നമുക്ക് നോക്കാം റെഡിയായെന്ന്. നല്ല സെറ്റായിട്ടുണ്ട്, കാണാനാണേലും ഭംഗിയുണ്ട്, കഴിക്കാനാണേലും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് റെഡി ആയിട്ടുണ്ട്.
അപ്പം നമുക്കിനി ഇതേപോലെ ബാക്കിയെല്ലാം തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാവേ. അപ്പം നമ്മൾ എല്ലാ ബ്രെഡും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് അല്ല, പക്ഷേ ബ്രെഡ് മുട്ടയിൽ മുക്കി പൊരിച്ച് നമുക്ക് കിടുക്കാച്ചി ടേസ്റ്റിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് അത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. പിന്നെ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വലിയ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തിയും കൂടെ ആയിരിക്കും ബ്രൗൺ ബ്രെഡ് ആണെങ്കിൽ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുകയും ചെയ്യും. ഇത് വേണമെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കുട്ടികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ടിഫിനായിട്ട് വേണമെങ്കിലും കൊടുത്തുവിടാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ അധികം കോട്ടിംഗ് ഇല്ലാതെ എന്നാൽ മറ്റേ സൈഡിൽ ഈ ഒരു നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തത്, ക്യാരറ്റൊക്കെ വേണമെങ്കിലും ഗ്രേറ്റ് ചെയ്തത്, അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് ആ ഒരു സൈഡ് നല്ല ഭയങ്കര റിച്ചായിട്ടിരിക്കുന്ന ഈ ഒരു ബ്രെഡ് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടുക. പിന്നെ ഇതുവരെ നമ്മുടെ കൂട്ടുകാരായിട്ടില്ലാത്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. അപ്പം നമ്മളിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെന്താ, നമ്മൾ മറ്റൊരു വ്യത്യസ്തമായൊരു റെസിപ്പിയുമായിട്ട് നമ്മൾ നാളെ തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.